എനിക്ക് നല്ല ബിരിയാണി അരി വേണം. അത് ഇവിടെ കിട്ടുന്ന ചേട്ടാ അങ്ങോട്ട് പോരാ. മാഷ എനിക്ക് ന്യൂ ഇയർ ക്രിസ്മസ് ആയിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ വരുന്നത് വൈഗ ഹോട്ടലിൽ നിന്നാണ്. ചിയാരം പോസ്റ്റ് റോഡ്. അപ്പൊ എനിക്ക് നല്ല അരി വേണം, ഒട്ടി പിടിക്കരുത്, കുഴയരുത്. ശരി. നമ്മള് നല്ല ഡബിൾ ഓൾഡ് അരി, പഴക്കുള്ള അരി, ഏത് വെക്കാറ് ഏതാൾക്കും വെക്കാൻ പറ്റുന്ന അരി തരാം. സാധാരണ ഞങ്ങള് ക്രിസ്മസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാർക്ക് കൊടുക്കാറില്ല. കാരണം വീട്ടുകാര് കുക്കറിൽ വെച്ചാലും കലത്തിൽ വെച്ചാലും കേടുവരാത്ത അരികളാ. അപ്പൊ നിങ്ങക്ക് എത്ര കിലോ വെച്ചാലും അത് കേടുവരാത്ത അരി, കംപ്ലൈന്റ് ഇല്ലാത്ത അരി തരാം. ഓക്കെ. ഇതിലേ ഇത് നമ്മള് 68 രൂപ. നല്ല പഴക്കമുള്ള അരിയാണ്, കംപ്ലൈന്റ് ഒന്നും വരില്ല. നമുക്ക് വെക്കാറിയാത്ത ആളുകൾക്ക് ഏതാൾക്കും ഇത് 68 രൂപ. നമ്മുടെ ജേജ ബ്രാൻഡ് അടിപൊളി സാധനമാണ്, കംപ്ലൈന്റ് വരാത്ത റേറ്റാണ്. ഇനി ഇത് നമുക്ക് വയനാടൻ കൈമ എന്നൊക്കെ പറയും, ഒരു 100 രൂപ റേഞ്ച് എന്ന് പറയും, ജീരകശാല ടൈപ്പില്. മനസ്സിലായത്? പിന്നെ നമ്മളുടെ ഇത് ജേജ റോസ്, ഇത് സൂപ്പർ അരിയാണ്. സൂപ്പർ എങ്ങനെ വെച്ചാലും കേടുവരില്ല, ഇഷ്ടംപോലെ ചോറുണ്ടാവും, സൂപ്പറായിട്ട്. പിന്നെ നമുക്ക് ബ്രാൻഡഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ റോസ് ബ്രാൻഡ്, നമ്മുടെ ദുൽഖർ മാമുക്കോയ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ അത് ദുൽഖറാണ്. ഈ അരി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഏത് വേണമെങ്കിൽ നമുക്ക് തരാം. അപ്പൊ കംപ്ലൈന്റ് വരാത്ത സൂപ്പർ സാധനം തരാം കേട്ടാ. എത്ര കിലോ നമുക്ക് ആവശ്യം വരും? ആവശ്യം നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് ഞാൻ നാളെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാലേ, എത്ര കിലോ വെക്കണെങ്കിലും അതിനനുസരിച്ചുള്ള ഇതുള്ള നമ്മൾ ഇതാക്കി തരാം, പറഞ്ഞുതരാം. ഇതിൽ വെള്ളത്തിന്റെ അളവാണ് ഇതുള്ളൂ. നിങ്ങൾ സ്ഥിരം എത്ര കിലോ വെക്കാറുണ്ട്? കുറച്ചാണ് വെക്കാറ്? നമ്മൾ ചെറിയൊരു ഹോട്ടലാണ്, അത് വിപുലീകരിച്ച് വരാണ്. അതല്ലേ? നല്ല സാധനം കൊടുത്തിട്ട് നല്ല ആൾക്കാരെ കസ്റ്റമേഴ്സ് അടിപൊളിയായിട്ട് തരുന്നതായിരിക്കും കേട്ടാ. പിന്നെ ബാക്കി സാധനങ്ങളാണ്, അണ്ടിപ്പരിപ്പ് മുന്തിരി. ഒരു ബിരിയാണി എന്ന് പറയുമ്പോ അതിനോടനുബന്ധിച്ചല്ലതും. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി, ഡാൽഡ, RKG, എസൻസ്, കളറ്, മസാല, എല്ലാ സാധനവും ഉണ്ട് കേട്ടാ. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്ത് ആവശ്യമാണെങ്കിലും പോരെ, ധൈര്യമായിട്ട് പോരെ. അപ്പൊ ഞാൻ വരണ്ടേ? ശരി, ധൈര്യമായിട്ട് പോരെ. ഓക്കെ. ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ ബിരിയാണിയുടെ, അത് നമുക്ക് അത്രയൊന്നും വേണ്ട, ഒരു 2 കിലോ അരി മാത്രമേ നമുക്ക് കിട്ടാം. നമുക്ക് ഈ എന്താ പറയാ, നീട്ടുള്ള അരിയാണ് പറഞ്ഞത്. ചെറിയ അരി വേണോ വലിയ അരി വേണ്ടേ? വലിയ അരി മതി. വലുത് മതി. വലുത് കൊണ്ട് പോരെ. ഇത് ഡബിൾ ലീവർ ഡറാഡോണി റൈസാണ്, ഒരു 130 രൂപ. പിന്നെ ടൈപ്പ് ഇത് 100 രൂപ. ഇത് 70 രൂപ. ഇത് 110. പിന്നെ ഇത് 140. ഇത് 126. ഇത് 150. നല്ല പച്ചരി ടൈപ്പുള്ള അരിയാണ്. ഇത് നമ്മുടെ കുഴിമന്തി ടൈപ്പ് ആണെങ്കിൽ കുഴിമന്തി ടൈപ്പ്. അപ്പൊ നമുക്ക് പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റികൾ വേറെ ഉണ്ട്. അതില് ഏത് ടൈപ്പ് വേണമെങ്കിലും തരാം. നമുക്ക് കുക്കറിലാണോ കലത്തിലാണോ വെക്കുക? കലത്തിൽ വെക്കാനുള്ള വരിക, കലത്തിൽ വെക്കാം. അപ്പൊ ഇതിലെ പഴക്കമുള്ള അരികൾ ഈ മറ്റേ 130 അരിയില്ലേ, ഇത് 150 ഉണ്ടാവും. അടിപൊളി അരി. അത് നല്ല പച്ചരിയാണ്, നല്ല ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ബാസ്മതിയാണത്. സാധാരണ ഇതൊന്നും ആള് വെക്കാറില്ല. എല്ലാവരും കൂടുതൽ ഈ പുഴുക്കലരിക്കുന്നോട് കൂടുതലും ഇങ്ങനത്തെ അരികളൊക്കെയാണ് കൂടുതൽ ആളുകൾ. തമിഴ്നാട്ടിലത്തെ അല്ലല്ല, പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതാണ് ബാസ്മതി ആയിരുന്നത്. പുതിയ കാലഘട്ടത്തിൽ വെക്കാനായിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനത്തെ അരികള് ചെപ്പ് വന്നു തുടങ്ങിയത്. മനസ്സിലായില്ലേ? വീട്ടിൽ വെക്കുകയാണെങ്കിൽ ടേസ്റ്റും പത്രാസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ അരി വെക്കാം. ഇനി വെക്കാനായിട്ട് ആളാണെങ്കിൽ ഈ ടൈപ്പ് കൊണ്ടുപോവാം. പിന്നെ 130 പറഞ്ഞില്ല അരി, അത് വന്നു കഴിഞ്ഞാൽ നല്ല അരിയാണ്. ഈ ടൈപ്പ് അരികള് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, പഞ്ഞി പോലെ കിടക്കും വെച്ച് കഴിയുമ്പോ. പ്ലാസ്റ്റിക് ചില അരികളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പോലെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ഞി പോലെ കിടക്കും. മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് ഇങ്ങനത്തെ അരിയാകുമ്പോ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് വയറ് ഭയങ്കര റബ്ബർ പോലെ കിടക്കും. അപ്പൊ ഏത് വേണ്ട നീ ഇതിൽ ഏത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ലൈക്ക് ആയത്. ആയിക്കോട്ടെ, മതിയാ. എന്തായാലും ഒരു 2 കിലോ എടുക്ക്.
2 കിലോ. അതിന്റെ സാധനങ്ങൾ വേണോ? ഇത് മതി. ആ സാധനങ്ങളായിക്കോട്ടെ. എന്തൊക്കെ വേണ്ടേ? അത് എന്നിട്ട് മറ്റേ ഗ്രാമ്പ് ഐറ്റംസ് ഇല്ലേ, മസാല ആയിക്കോട്ടെ ചെറുത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് കിട്ടോ? RKG വേണം. അതൊക്കെ വേണം. വേണം. കളർ ആവശ്യമില്ല. കളർ വേണ്ട. ചെറി, ടൂട്ടി ഫ്രൂട്ടി അത് കിട്ടോ? അപ്പൊ എല്ലാം കൂടി 2 കിലോ അതിന്റെ സാധനങ്ങൾ മാത്രം മതി. പിന്നെ പലർക്കും എന്തേലും വേണം? അതും ആയിക്കോട്ടെ. പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ലിസ്റ്റ് എടുത്തോ. ഇരുന്ന് നമുക്ക് അത് ഏതാ. ശരി ഓക്കെ. ഇനി നിങ്ങളത് പോയിട്ട്